Hi friends, welcome to our channel, our world, our happiness. ഹായ്, ഇന്ന് നമ്മൾ കപ്പയും ബീഫും ഉണ്ടാക്കാൻ പോകുന്നു. വേണ്ട ഉള്ളി അരിയുക, ഉള്ളി, കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം നമ്മുടെ ബീഫിന് വേണ്ടിയിട്ടാണ് അരിയുന്നത്. ഹായ്, എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് വെള്ളമൊക്കെ. ഇതേണ്ട ബീഫ്, ഇതിച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് നമുക്ക് കുക്കറിലോട്ട് ഇട്ടൊന്ന് വേവിക്കാം. എല്ലുമുണ്ട്, അപ്പോൾ ഇത് നല്ലതായിട്ട് വേവണമെങ്കിൽ നമ്മൾ കുക്കറിലൊന്നിടണം. അതിനുശേഷം നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റി ചെയ്യും. കപ്പ ഇതേണ്ട ഫ്രാൻസ് കപ്പയും പൊടിച്ച് വെച്ചേക്കുവാണ്, അരിയാൻ പോവുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ബീഫ് വേവുക. ഇപ്പോൾ 2 വിസിൽ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു 7-8 വിസിൽ അടിക്കണം. ഞങ്ങളുടെ ബീഫ് നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടാൻ. നമ്മുടെ ബീഫിന് വേണ്ടിയിട്ട് ഉള്ളി വഴട്ടാൻ പോവുകയാണ്. ആദ്യം കടായി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മൾ ഉള്ളിയും ഇഞ്ചിയും ഇതാണ്. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി. ഉള്ളി നമ്മൾ ഒരു ഗോൾഡൻ കളറാവുന്നിടം വരെ വഴറ്റുക. ഉള്ളി അവിടെ വഴന്നുകൊണ്ടിരിക്കുകയാണ്. വഴന്നു കഴിഞ്ഞിട്ട് നമ്മൾ മസാലയൊക്കെ ചേർക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തക്കാളി ചേർക്കത്തുള്ളൂ. ഒരു 3 തക്കാളി എടുത്ത് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ കപ്പ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു സൈഡിൽ ഞങ്ങളുടെ കപ്പ വേവുവാനേ. അതുകൊണ്ട് ഒരു സൈഡിൽ തോണ്ട് ഞങ്ങളുടെ ഉള്ളി തോന്നുമ്പോൾ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മലയാളത്തിന് കുറച്ച് കുഴപ്പമൊക്കെ ഉണ്ട്. അതെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. കപ്പയും ബീഫും ഒക്കെ മേടിക്കാൻ ചന്തയിൽ പോയപ്പോൾ ഇന്ന് നമുക്ക് ഇച്ചിരി ഉലുവായില കിട്ടിയിട്ടുണ്ട്. എപ്പോഴും ഒന്നും ഇങ്ങനെ ഉലുവായില കിട്ടത്തില്ല. ഇന്ന് നമുക്ക് ഇച്ചിരി ഫ്രഷായിട്ടുള്ള ഉലുവായില കിട്ടിയിട്ടുണ്ട്. ഒരു കെട്ടിന് 50 രൂപയായിരുന്നു. അതുകൂടെ ഇച്ചിരി തോരൻ വെക്കാം. നമ്മുടെ ഉള്ളി എല്ലാം നന്നായിട്ട് വഴന്ന്. ഇനി നമ്മൾ ആദ്യം മല്ലിപ്പൊടി ഇടുന്നത്. ഒരു 3 സ്പൂണ് മല്ലിപ്പൊടി, ഒരു ഇച്ചിരി ഇട്ടണം. ആദ്യം നമ്മൾ മല്ലിപ്പൊടി ഇട്ട് ഒന്ന് വഴന്ന്. മല്ലിപ്പൊടിയാണ് മൂക്കാൻ താമസം. അതുകൊണ്ട് നമ്മൾ ആദ്യം മല്ലിപ്പൊടി ഇട്ട് ഒന്ന് മൂക്കണം. അതിന് ശേഷം മുളക് പൊടി ഇടത്തുള്ളേ. അല്ലെ മുളക് പൊടി അങ്ങ് മൂക്കും, മല്ലിപ്പൊടിയുടെ അന്നേരം ആ ഒരു പച്ചക്കുത്തരി വരും. ഇനി മീറ്റ് മസാല ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടില്ല, ശകലം ഇട്ടാൽ മതി. നമ്മൾ ബീഫിൻ്റെ അകത്ത് ശകലം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടാൽ വേവിച്ച് വെച്ചേക്കുന്നത്. അപ്പം മതി കുറച്ച്. ഇനി മീറ്റ് മസാല. ഇനി ഇതൊന്ന് നല്ല മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തക്കാളി ഇടണം. ഇതാണ് നമ്മൾ തക്കാളി ഇട്ട്. ഇനി തക്കാളി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. ഇതെല്ലാം മൂത്ത്, മുളക് പൊടി, മല്ലിപ്പൊടി, മസാല ഇട്ടതും എല്ലാം മൂത്തു. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഞാൻ തക്കാളി ഇട്ട് ഇത് ഇനി നല്ല വെന്ത് ഉടഞ്ഞ് വരണം ഈ തക്കാളി. നമ്മുടെ കപ്പ വെന്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളതിലേക്ക് അരപ്പിടുകയാണ്. നമ്മുടെ കപ്പ വെന്തിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ അരപ്പ് ചേർക്കുകയാണ്. അതിലേക്ക് കുറച്ച് തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും അരച്ച് ചേർക്കണം. ആയിട്ട് ഒന്ന് കുഴയ്ക്കുക. നമ്മുടെ തക്കാളി എല്ലാം നല്ല വഴന്ന് കണ്ടോ. തക്കാളിയും ഉള്ളിയും എല്ലാം നല്ല വഴന്ന് നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന
പതുക്കെ. തിളച്ച് പറ്റണം. നമ്മുടെ ബീഫ് എല്ലാം റെഡിയായി. ഇത്രയും മതി, കപ്പയ്ക്ക് ചാറ് വേണം, അതുകൊണ്ട് ഇത്രയും ചാറാക്കി ഞങ്ങൾ എടുക്കുവാണ്. നല്ല അടിപൊളി ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഒപ്പം ഞങ്ങൾ വായല തോരനും റെഡിയായി കഴിഞ്ഞു. കപ്പയും ബീഫും ഞങ്ങൾ വേവിച്ച കപ്പ. Thank you guys. Please like, share and subscribe our channel. Bye.